ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 96ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അതേപോലെ ബിഗ് ബോസ് പാർട്ട് 2 ഡാൻസ് കളിച്ചു. ഇപ്പൊ നല്ല രസമില്ല, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നല്ല കളർഫുള്ളാണ്. നല്ലതുപോലെ എല്ലാവരും ഡാൻസ് കളിച്ചു. ഇന്ന് അനീഷിന്റെ സുപ്രഭാതം മുഴങ്ങി കേട്ടു. 2 ദിവസം കൊണ്ട് ഞാൻ കേൾക്കുന്നില്ല, ഇന്ന് കേട്ടു. പിന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് തന്നെ ഒരുക്കിയ ഒരു ക്ഷമ പറച്ചിലും അതുപോലെ താങ്ക് യു പറച്ചിലുമാണ്. അപ്പോൾ അത് നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നൊരു ഗെയിമിൻ്റെ പാർട്ടാണ്. ഇവർ ആ ഒരു പാട്ടുള്ളത് കൊണ്ട് ഗെയിം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർ പറയുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അനീഷ് അതിലേക്കാണ് ക്ഷമ കൊടുത്തത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നിന്ന് പാത്രം കഴുകാൻ വിളിക്കുമല്ലോ, അതിനൊക്കെ ക്ഷമ ചോദിക്കണം. എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ അവരുടെ ഒരു ടാസ്കിലല്ലോ, അവരുടെ വീട്ടിലവരുടെ ഡ്യൂട്ടി അല്ലേ. അപ്പോൾ അതൊക്കെ പോയി വിളിക്കേണ്ട ചുമതല ചിലപ്പോൾ ക്യാപ്റ്റനായിരുന്നിരിക്കും. അപ്പോൾ അതിനാണ് പുള്ളിക്കാരനെ ക്ഷമ ആദരിക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ താങ്ക് യു പറഞ്ഞത് ഷാനവാസിനോടാണ്. അപ്പം പുള്ളി പറഞ്ഞ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്നെ ഞാനാക്കി മാറ്റിയത് ഷാനവാസാണ്. അത് കഴിഞ്ഞിട്ട് അക്ബർ ശാരികയ്ക്കാണ്. ശാരികയുടെ ഉള്ള് ശുദ്ധമാണ്, കണ്ടാലൊരു ഭയമൊക്കെ തോന്നുമെങ്കിലും ശാരികളുടെ ഉള്ള് ശുദ്ധമാണെന്നാണ് അക്ബറിൻ്റെ വാദം. അതുപോലെ മെൻ്റലി സപ്പോർട്ട് നൽകിയ ആര്യനാണ് താങ്ക് യു പറഞ്ഞത്. അപ്പോൾ പുള്ളി കുറച്ച് വികാരഭരിതനായി, കരയാനൊക്കെ ഭാവിച്ചു. അപ്പം ഈ നാളുകളിലൊക്കെ ഈ അക്ബർ ഇപ്പോൾ ഒരു കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം അക്ബറിനെ കണ്ട ഒരു നല്ല സൈസൊക്കെയുള്ള ഒരാളാണെങ്കിൽ ഇപ്പം നല്ലതായിട്ട് ഇമോഷണലി ഡൗൺ ആണെന്ന് തോന്നുന്നു. ഇപ്പം എപ്പോഴും ഒരു കരയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ അനുമോള് രേണുവിനാണ് സോറി പറഞ്ഞത്. പേരിൻ്റെ കാര്യം പറഞ്ഞില്ലേ അനുമോള്. അപ്പം രേണു പറഞ്ഞു അതെനിക്ക് ഗുണമായി, ഞാനിപ്പം അതുകൊണ്ട് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടിയെന്നാണ് രേണു അപ്പം അവിടെ ഇരുന്നോട് പറഞ്ഞത്. പിന്നെ താങ്ക്സ് പറഞ്ഞത് ആദിലയ്ക്കാണ്. പുറകെ നടന്നതും സപ്പോർട്ട് ചെയ്തതിന് നന്ദി ആദിലയ്ക്ക്. ആദില പറഞ്ഞത് ആര്യനാണ്. ആര്യന് മറ്റേ എന്താ നൂറയുടെ വയറ്റിൽ നോക്കിയെന്നോ കയ്യിൽ നോക്കിയെന്നൊക്കെ പറഞ്ഞ് വഴക്ക് നടന്നില്ലേ. അപ്പം അതിന് ആര്യനോട് സോറി പറഞ്ഞു. അതുപോലെ അനുമോക്കാണ് താങ്ക്സ് പറഞ്ഞത്. അപ്പം അതിനും ആദില പറഞ്ഞത് ഈസിലി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. ആക്ടിങ് എത്ര സിമ്പിൾ ആണെന്ന് പഠിപ്പിച്ചതും അനുമോളാണെന്നാണ് ആദില പറഞ്ഞത്. അവിടെയും കൊള്ളിച്ചാണ് ആദില പറഞ്ഞത്. ഇവർ ഈ കൂട്ടുകൂടി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർ കെട്ടിപ്പിടിക്കുക, കരയുക, അതൊക്കെ വെറുതെയാണ് പറയുന്നത്. നമ്മളൊരു സിനിമ കാണത്തില്ലേ, എന്താ അവർ ഒന്നായി വരുന്നോ കാണാനൊരു സിനിമയുണ്ട്, ഞാൻ മറന്നു പോയത് ഏത് സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് നൂറ ശൈത്യയെ പറഞ്ഞു ഡൗൺ ആകുമ്പോഴത്തേന് മോട്ടിവേറ്റ് ചെയ്യുന്ന ആള്. ശാരികയോടാണ് സോറി പറഞ്ഞത്. ശാരിക ഇവര് എന്തൊക്കെയോ പറഞ്ഞു, അപ്പം അതിന് സോറി പറഞ്ഞു. അതുപോലെ ഷാനവാസ് അനീഷിന്, അത് അവരെപ്പോഴും അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന് ഷാനവാസ് അനീഷിനെ പറഞ്ഞാൽ അനീഷ് ഷാനവാസ്, അവർക്ക് അതിന് വിട്ടൊരു കളിയില്ല. അപ്പം അതൊക്കെ യഥാർത്ഥമാണോന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഷാനവാസ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ കപ്പൊക്കെ കൊണ്ടുവന്ന ആളായിരിക്കും, പക്ഷേ എല്ലാം ഒരു സ്വാർത്ഥ രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ എപ്പോഴും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എല്ലാത്തിനും ഒരു പുള്ളിക്കാരനൊരു വേറെ വളഞ്ഞ വഴി കണ്ടെത്തും. അപ്പോൾ ഇവിടെ ഷാനവാസ് അനീഷിനെ അടുത്തിരിക്കാനുള്ള അവസരം കൊടുത്തു. ആരാ? അനീഷ് എന്ന് പറഞ്ഞ അനീഷ് വലിയ ആളാണ്, അടുത്തിരിക്കാൻ അവസരം കൊടുത്തു. പിന്നെ ലക്ഷ്മിയോട് സോറി പറയുന്നു. അതുപോലെ ബിന്നിയോടും സോറി പറയുന്നു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, എന്തൊക്കെയോ പറയുന്നു. അതുപോലെ അക്ബറിനോട് സോറി പറയുന്നു ഷാനവാസം. അപ്പം 3 പേരോടാണ് പുള്ളിക്കാരൻ സോറി പറയുന്നത്. നെവിൻ അനുമോളോടാണ് സോറി പറയുന്നത്. കാരണം എന്താ പറയുന്നത്, മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചില്ലേ, കുറേ പ്രശ്നങ്ങൾ, നെവിൻ്റെ പ്രശ്നങ്ങളെല്ലാം അനുമോൾ റിലേറ്റഡ് ആണ്. അനുമോൾ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ നെവിനും അതിനകത്ത് വീണ് നെവിന് പ്രശ്നമാകുന്നത്. അപ്പം അതിന് സോറി പറഞ്ഞു. അതുപോലെ ഷാനവാസിനും സോറി പറഞ്ഞു. അപ്പം നെവിൻ ഇവിടെ പറഞ്ഞത്, ഈ ഷാനവാസും നെവിനും ഒക്കെ ആദ്യമൊക്കെ ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചാണ് ഷാനവാസിനോട് നെവിൻ എന്താണെന്ന് മോശമായിട്ട് പെരുമാറുന്നത് ഷാനവാസ് പറയുന്നു. അങ്ങനെ അവർ പിണങ്ങി. പക്ഷേ ഈ ഷാനവാസിൻ്റെ ഫാമിലി വന്നപ്പോഴത്തേന് ഷാനവാസിൻ്റെ മകൾക്ക് നെവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നെവിന് കുറച്ച് വികാരഭരിതനായി. പിന്നെ വെള്ളം ഒഴിച്ചതിന് സോറി മറ്റേ ഇതിന് പറഞ്ഞു. അതിന് ജിസേലിനാണ് നന്ദി പറഞ്ഞത്. ജിസേല് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് നെവിനെ. അപ്പം പുള്ളി ഒരു കുറച്ച് ഇമോഷണലായി. പിന്നെ നല്ലൊരു വേറൊരു മെമ്മറി ആയിരുന്നു പ്രകമ്പനം കൊള്ളിച്ച നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ വഴക്ക്. അപ്പം അതിങ്ങനെ കുറേ എടുത്ത്, അപ്പം കൂടുതൽ വഴക്കായിരുന്നല്ലോ, അപ്പം അത് രസമായിരുന്നു.
ഇങ്ങനെ ഇവർ വഴക്കുണ്ടാകുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ കാണിച്ചു. അത് രസമായിരുന്നു. അപ്പം അതിനകത്ത് എടുത്തു പറഞ്ഞൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ആയിരുന്നു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ടു കണ്ടു. അനീഷ് എപ്പോഴും 3 പ്രാവശ്യം പറയാം. അതൊക്കെ പുള്ളിയുടെ സ്ട്രാറ്റജി ആയിരുന്നുണ്ട്. ഇപ്പം 3 പ്രാവശ്യം ഒന്നുമില്ല. ഇപ്പം ആ അനീഷേ അല്ല. അനീഷ് ശരിക്കും ഇതാണ് അനീഷ്. ആ കണ്ടതെല്ലാം പുള്ളി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നാണ്. ഈ താടി ഇങ്ങനെ മുകളിലോട്ട് വെച്ച് നടക്കുക, അതുപോലെ 3 പ്രാവശ്യം പറയുക, ചെന്ന് നിന്ന് ഇങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒക്കെ പറഞ്ഞത് പുള്ളിയുടെ സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ അനീഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇപ്പം കുറേ ഗോസിപ്പുകൾ, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, മുതപ്പനടി കണ്ടെന്ന് പറയുന്നു, ഇരിക്കുന്നത് കണ്ടെന്ന് കടന്നെന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അനീഷിൻ്റെ വായന അങ്ങനെ ഒരു സാധനം വന്നിട്ടേ ഇല്ല. ആരുടെയും കുറ്റം പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു മനുഷ്യരുടെ ആരുടെയും കുറ്റം പറയത്തില്ല. അന്നേരം നടക്കുന്ന കാര്യങ്ങളും പോലും പറയത്തില്ല. പുള്ളി ഒരു നോർമൽ ടോക്ക് സംസാരിച്ചിട്ട് അങ്ങ് പോകത്തുള്ളൂ. അത് ഭയങ്കര കഴിവ് തരാം. അപ്പം അതനുസരിച്ച് നോക്കെങ്കിൽ അനീഷ് ഈസ് എ ജെനുവിൻ പേഴ്സൺ. ഒരു ജെനുവിൻ പേഴ്സണാണ്. ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കപ്പ് കൊണ്ടാൻ അർഹത അനീഷ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം. പക്ഷേ ഇത് ഒരു നന്മയുള്ള ആളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ അല്ല, നമുക്കറിയാം. എങ്ങനെ ഏത് അവസരത്തിൽ നിന്ന് പോയി ഈ 100 ദിവസം കഴിഞ്ഞ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വിന്നറാകുന്നത്. അപ്പോൾ അത് ആരും ആകാം, അത് നമുക്കറിയത്തില്ല. ഇനി 4 ദിവസമുണ്ട്, നമുക്ക് കാത്തിരിക്കാം. 3 ദിവസം കൊണ്ട് കാത്തിരിക്കാം. കഴിഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ കാണുന്നത് ഊഞ്ഞാലിരുന്ന് ആടുന്ന അനുമോള് ഷാനവാസും. ഈ അനുമോള് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇപ്പം നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കരയുമായിരുന്നു. വെറുതെ എപ്പോഴും കരയും. ഇപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് കരച്ചിലേ ഇല്ല. ഇപ്പം ഇത്രയും പേരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് എല്ലാവരും കൂടെ പുള്ളിയുടെ പേര് പറയുമ്പോഴും പുള്ളി കരച്ചിലേ വരുന്നില്ല. അപ്പം അതിൻ്റെ പിന്നിലെ ഒരു കരച്ചിൽ സ്ട്രാറ്റജി പുള്ളി ഇറക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും എല്ലാവരും കൂടെ ഒരാളെ കോർണർ ചെയ്ത് എല്ലാവരുടെ വഴക്ക് ഇരുന്ന് പറയുമ്പോഴത്തേനെ നമുക്കൊക്കെയാണ് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ അനുവിന് ഒരു കുലുക്കവും ഇല്ല. അനു പറഞ്ഞത് തന്നെയാണെന്ന് പറഞ്ഞ് അനു നിൽക്കുക. അപ്പം അനുവിന് ഈസ് എ സ്ട്രോങ് വുമൺ. ഒരു സ്ട്രോങ് വുമൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ട്രോങ് പേഴ്സൺ ആണ്. അപ്പം ഇതിനൊക്കെ തരണം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിലായിരുന്നു. ഗെയിമാണെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തിട്ടും അത് ഗെയിം, ദ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്നതാണ് ഒരു ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഏത് രീതിയിൽ കളിച്ചാലും അത് പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പം അത് എന്താ പറയുന്നത്, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരു പക്ഷെ അതൊന്നും ദഹിക്കത്തില്ല. പക്ഷെ കറക്റ്റ് കാര്യം ഇത് ബിഗ് ബോസ് ആണ്. ഷാനവാസ് അവിടെ അനുമോളോട് പറയുന്നത്, ഷാനവാസ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അനങ്ങാതെ അങ്ങ് നടക്കും. എന്നിട്ട് അവിടെ കിടന്ന് അവരിങ്ങനെ ഈ ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ, കേൾക്കുന്ന ആൾക്കാർ അവരിങ്ങനെ പോഞ്ഞുകൊണ്ട് നടക്കും. പുള്ളിക്കാരൻ മിണ്ടാതെ അങ്ങ് നടക്കും. എന്നിട്ട് വെറുതെ കുറേ ആക്ടിങ് നടക്കുകയാണ്. ഇന്നിപ്പോൾ പറയേണ്ട കാര്യമില്ല. പുള്ളി പറയണ ഇവിടെ എന്തോ ഒരു സംസാരം നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം അനുവിനോട്. ഏതും പോരാത്ത അനുവിനോട്. അനു സൂക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. അനുവിനറിയാമല്ലോ കളിക്കാൻ, ഇവരെക്കാട്ടിലൊക്കെ നല്ലതായിട്ട് കളിക്കാൻ അനുവിനറിയാം. അനു ഈസ് എ ഗുഡ് ഗെയിമർ. പുള്ളിക്കാരി മുന്നും പിന്നും നോക്കാതെ ഗെയിം കളിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അതിനോട് പറയാണ് ഇവിടെ ഒരു സംസാരം നടക്കുന്നുണ്ടോ, സൂക്ഷിക്കണം. അപ്പം അനു പിന്നെ എന്താ പറയുന്നത്, അനു പറയുന്നത് ആദില ജയിക്കാൻ വേണ്ടി എത്ര അറ്റം വരെ പോവും, നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് അനുമോൾ. അപ്പം ഷാനവാസ് ഒരാക്കി നോട്ടം നോക്കും. ഷാനവാസിന് അറിയാലോ അനുമോളുടെ സ്വഭാവം എന്താണെന്ന്. എല്ലാവർക്കും അറിയാം അനുമോളുടെ സ്വഭാവം എന്താണ്. അനുവാണല്ലോ അവിടുത്തെ ബിഗ് ബോസ് താരം. അപ്പോൾ പുള്ളിക്കാരി ആദിലെ ഭയങ്കരമായിട്ട് ഈ കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ്, കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ കഴിഞ്ഞ് അവരങ്ങ് ഒന്നായെന്ന് നമ്മൾ കണ്ടില്ലേ. അതിനുശേഷം വന്നിരുന്നുള്ള കോൺവെർസേഷനാണ്. ഇത് എവിടെ കെട്ടിപ്പിടിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇതൊക്കെ വെറുതെ അപ്പം നമുക്ക് പറയാം ദിസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം. പ്രേക്ഷകർക്കെല്ലാം അറിയാം ഇത് പാർട്ട് ഓഫ് ദ ഗെയിം. ഇവരിപ്പോൾ കരഞ്ഞു കാണിച്ചാലും കെട്ടിപ്പിടിച്ച് കാണിച്ചാലും ഇവർ സോറി പറഞ്ഞാലും മാപ്പ് പറഞ്ഞാലും ദിസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം. വെറുതെ കാണിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ ഷാനവാസ് നോക്കിയതാണ്. പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്ത് ഷാനവാസ് നോക്കിയതിൻ്റെ അർത്ഥം നീ തന്നെ ഇത് പറയണം, ഏതറ്റവും വരുന്ന പോകുന്ന ഒരാളാണ് അനുമോള്. ഏതെല്ലാം രീതിയിൽ ആൾക്കാരെ ഓർഡർ ചെയ്യാന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരിക്ക് നല്ലതുപോലെ അറിയാം. എനിക്കത് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അത് ഗെയിമാണേലും അല്ലെങ്കിലും നമുക്കത് പറ്റത്തേയില്ല. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു വിഷയമല്ല. സൂപ്പറായിട്ട് ഉറങ്ങുകയും ചെയ്യും. അതൊന്നും ഒരു വിഷയമില്ല. എങ്ങനെയെങ്കിലും പുള്ളി കപ്പ് ഉയർത്തണമെന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. പക്ഷെ അതിലെനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കപ്പൊക്കെ ഉയർത്തുമ്പോഴത്തേന് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ കപ്പുയർത്തി എന്നല്ലേ ഉള്ളൂല്ലോ, ഒരു മനസ്സിൽ നമുക്കൊരു സ്പേസ് കിട്ടുന്നില്ല ആരുടെയും. കാരണം ഏത് വിധത്തിലും ജയിക്കാന്നുള്ള ഇത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പിന്നെ അപ്പാനി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയാണ്.
അയ്യോ ഏതും പോരാത്ത അപ്പാനി. വേറെ ആര് ചെയ്തെന്ന് പറഞ്ഞാലും വേണ്ടില്ല, അപ്പാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അപ്പാരിയുടെ ക്യാരക്ടർ. അപ്പാരി ഒരു 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 വിധത്തിൽ പറഞ്ഞ ഒരു ശുദ്ധനാണെന്ന് തോന്നുന്നു. എന്നാൽ എന്തെങ്കിലും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരിയെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നാണ് അനുമോള് ഷാനവാസിനോട് പറഞ്ഞത്. ഷാനവാസ് അത് കേൾക്കാതെ നിൽക്കുന്നു. ഷാനവാസ് ഇങ്ങനെ എന്തൊക്കെയോ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അനു പറയാണ് അത് ഗെയിമിൻ്റെ ഭാഗമായാലും നിലനിൽപ്പിൻ്റെതായാലും ഞാൻ ഒരുത്തനെ വെറുതെ വിടത്തില്ല. അയ്യോ ഇത്രത്തോളം ഒന്നും ആയിട്ടും അനുവിന് യാതൊരു കുലുക്കുല. അനു എന്ത് ചെയ്യുന്നേ പറയുന്നു, എന്തോ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചിലപ്പം ഇതിലൊക്കെ വിൻ ചെയ്യുമായിരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കാണിക്കുന്ന ബിഗ് ബോസ് തയ്യാറാക്കിയ സൗഹൃദത്തിൻ്റെ സൗകുമാരിത, അങ്ങനെയാണോ? സൗഹൃദത്തിൻ്റെ സൗകുമാരിത, അത് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അവിടെ സൗഹൃദമാണ് കാണിക്കുന്നത്. അപ്പം ഇവർ എപ്പോഴും വഴക്കല്ലല്ലോ, കുറേ സമയങ്ങളൊക്കെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. ഇല്ല ഫ്രണ്ട്സ് എന്നല്ല, ഒരു വീട്ടിനകത്തല്ലേ താമസിക്കുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം കാണുകയല്ലേ നമ്മൾ. വീട്ടിനകത്ത് താമസിക്കുന്നത് ഗെയിം എന്ന് ഓർക്കുമ്പോഴാണല്ലോ, അവർക്ക് ടാസ്ക് കൊടുക്കുമ്പോഴൊക്കെയാണല്ലോ ഈ വഴക്കുണ്ടാവുന്നത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ വഴക്കുണ്ടാകുന്നത്. അല്ലാത്ത കുറേ സമയങ്ങൾ അവർക്കില്ലേ. അപ്പോഴേ അവർ കൂട്ടുകാരെന്നല്ല ഒരുമിച്ച് താമസിക്കുന്നവരല്ലേ, അപ്പം കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ പറഞ്ഞ ഷാനവാസാണ്. ഷാനവാസ് പറയുന്ന അനീഷിനെ കുറിച്ച്, നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും ഞാനാണ്. അവരങ്ങ് ഭയങ്കര മനസ്സിലാക്കിയിരിക്കുന്നു. എന്താ മനസ്സിലാക്കിയെന്ന് ഒന്നും മനസ്സിലാക്കിയില്ല, അത് പറയാണ് ഷാനവാസ് മനസ്സിലാക്കിയെന്ന്. പിന്നെ മഴയത്ത് കുളിക്കുന്നതും, പിന്നെ എന്താ പറയുന്നത്, ഭക്ഷണം കഴിക്കുന്നതും, കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ കാണിച്ചു. ഒക്കെ നല്ലായിരുന്നു. അതിൽ അനു ശൈത്യ തമ്മിലുള്ള കൂട്ടുകെട്ട്, ആദില, നൂറ, പിന്നെ രേണു, അക്ബർ, അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ. അപ്പോഴും അക്ബർ ഇങ്ങനെ ഹാർട്ട് ഉള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്, ക്ഷമിക്കണമെന്ന് പറയുന്നത്, അങ്ങനെ കുറേ മുഹൂർത്തങ്ങൾ കാണിച്ചാൽ നല്ലായിരുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും അനുമോളുടെ നാടകം. ഈ അനുമോൾ ഈ കാണുമ്പോഴൊക്കെ കരയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇത്രമാത്രം കരയാനുണ്ടോയെന്ന് അറിയത്തില്ല, അങ്ങ് ഭയങ്കര കരച്ചില്ല. വിചാരിക്കുമ്പോൾ പുള്ളിക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അതെങ്ങനെയാണെന്ന് എനിക്കറിയണം. അവിടെ കുറേ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ആരും ഇങ്ങനെ കരയുന്നില്ല, പക്ഷെ അനുമോൾ ഭയങ്കര കരച്ചില്ല. എന്താ റീസൺ എന്ന് എനിക്കറിയാമേ. അപ്പം എനിക്ക് മനസ്സിലായതൊരു ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി, അവിടെ എല്ലാം ഈ ഇതുണ്ടല്ലോ, ക്യാമറ ഉണ്ടല്ലോ, അപ്പം അവിടെയും സ്ക്രീൻ സ്പേസ് ആണ് പുള്ളിക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയാണല്ലോ എല്ലാവരും, ഇതിനല്ലേ അവർ വന്നത്. അപ്പം അതൊന്നും നമ്മൾ പ്രേക്ഷകർ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞണം. അതൊന്നും നമ്മളെടുത്തിട്ട് വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് പാർട്ട് ഓഫ് ദി ഗെയിം. പിന്നെ ഒരേ കെട്ടിപ്പിടുത്തം, ആദിലെ കെട്ടിപ്പിടിക്കുന്നു, നൂറെ കെട്ടിപ്പിടിക്കുന്നു, ശൈത്യയെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ ഭയങ്കര കരച്ചിൽ. ഇത് 2-3 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ നടക്കാൻ പോവാണ്. അപ്പം ആര് കപ്പെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഈ ബിഗ് ബോസ് ഭയങ്കര ഇതല്ലേ. ബിഗ് ബോസ് ഇവരുടെയൊക്കെ ഇമോഷൻസ് ഇളക്കാൻ വേണ്ടിയാണ് ഈ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അത് നോർമലായിട്ട് ഒരാൾ ഇരുന്ന് കണ്ടാലും നമുക്ക് കണ്ണുനീര് വരും, അങ്ങനല്ലേ. അപ്പം ഇത് ഇവരുടെ ഇമോഷൻസ് വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയാണത്. പറഞ്ഞാൽ ഇവർ കരയുമെന്ന് അവർക്കറിയാം. കാരണം അതിനകത്ത് നിൽക്കുന്നവർ കരയും. കാരണം 100 ദിവസം 97 ദിവസം ആ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്നവർ ഇമോഷണലി അവർ നോർമലൊന്നും അല്ലല്ലോ അവർ. കാരണം ഇങ്ങനൊരു വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. അപ്പം അനുമോള് ഭയങ്കര കരച്ചില്. പിന്നെ കാണുന്നത് ഊഞ്ഞാലിരിക്കുന്ന അനുമോളും ഷാനവാസും. ഈ ഊഞ്ഞാലാണ് എല്ലാത്തിനും കുഴപ്പക്കാരൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഊഞ്ഞാലിലാണ് വഴക്കുണ്ടാക്കുന്നത്. ഊഞ്ഞാലിൽ ഒറ്റയ്ക്കിരിക്കുന്ന സ്ട്രാറ്റജി വയ്ക്കുന്ന ഊഞ്ഞാലിൽ, വിവാഹം പ്രപ്പോസ് ചെയ്യുന്ന ഊഞ്ഞാലിൽ, തെറി വിളിക്കാൻ ഇരിക്കുന്ന ഊഞ്ഞാലുള്ളതോടെ രക്ഷപ്പെട്ടു. അവിടെ പിന്നെയും ഷാനവാസാനും ഇരുന്ന് കാര്യം പറയാണ്. അപ്പം നമ്പർ കൊടുത്ത കാര്യമാണ്. അതിൽ എവിക്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു നമ്പർ കൊടുത്തു എന്നും, ആ നമ്പർ കൊടുത്തിട്ട് PR-നെ കണ്ടാൽ മതി, നൂറയുടെ കാര്യം പറയണമെന്നും, പിന്നെന്തുവാ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം അതിൻ്റെ കാര്യമാണ് ഷാനവാസിനോട് പറയുന്നത്. അപ്പം ഈ അനുവിന് അവിടെ ഇരിക്കുന്നെങ്കിലും അനു അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മെനയുകയും നെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അനു പറയുന്നത്, ഞാൻ ആ നമ്പർ കൊടുത്തത് എൻ്റെ നമ്പരാണ് കൊടുത്തത്. അതിന് എൻ്റെ നമ്പർ കൊടുത്തത്, അനുവിൻ്റെ നമ്പർ എന്തിനാണ് കൊടുത്തത്? എന്നിട്ട് ചേച്ചിയെ വിളിക്കണമെന്ന് പറഞ്ഞെന്നോ, ചേച്ചി എന്തൊക്കെയോ പറയുന്നു. അത് നല്ല ക്ലാരിറ്റി ആയില്ല.
അപ്പോൾ അതിൽ ചോദിച്ചത് ഞാൻ എന്തെങ്കിലും പറയണോ ആരോട്? അപ്പോൾ എവിക്റ്റായി പോകുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചോദിച്ചില്ല, എന്തെങ്കിലും പറയണോ? സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമല്ലോ. അപ്പം അനു പറയും, എന്താ പറയാനാ? അയ്യോ അനു നന്മ മരം, ഒന്നും പറയേണ്ടത് അനു പറയോ, കൊള്ളാം, 2 ദിവസമല്ലേ ഉള്ളൂ, ഇനി എന്താ പറയാനാ അനു അതിൽ പോയിട്ട്. അപ്പം ഷാനവാസ് ചോദിക്കുന്നത്, ഇപ്പം നടക്കുന്നത് ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് എന്തൊക്കെയോ അറിഞ്ഞിട്ട്, ഈ വെളിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, അവർ ബാക്കി കൂടെ പറഞ്ഞില്ലെങ്കിൽ ആംഗ്യ ഭാഷയിലും ഒക്കെ പറയുമല്ലോ, എഴുതിയൊക്കെ കാണിക്കുമ്പോൾ കൈ കൊണ്ടൊക്കെ എഴുതി കാണിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അനു ഷാനവാസിനോട് പറഞ്ഞു. ഇപ്പം ഈ അനുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറച്ചിൽ, വേറൊരു കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് പറയാനില്ല. പക്ഷെ അവിടെ ആദില ഇരുന്നൊരു കോൺവെർസേഷൻ നടത്തുന്നുണ്ടോ, ആദിലെ നൂറേ കൂടെ. അവിടെ പറയുന്നത് ഈ അനു ആ വേസ്റ്റ് ഈ നമ്പർ എഴുതി കൊടുത്തത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചെന്ന്, ഈ വേസ്റ്റ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തില്ലേ, അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചെന്ന്. അപ്പം അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്നാണ് അനുവിനോട് പറഞ്ഞു. പക്ഷെ അനു അവിടെ ഷാനവാസിന് പറഞ്ഞൊരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, ഇല്ലില്ല അവളത് വേസ്റ്റ് ബിൻ ഇട്ടില്ല, അത് അവളുടെ കബോർഡിൽ വെച്ചിട്ടുണ്ട്, ആദ്യ നമ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺട്രാക്റ്റ് വരുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ആദ്യം പറയുന്നത് ഇവള് പോകാൻ നേരം നമ്പർ കൊടുത്തു എന്നു, എന്നിട്ട് ആ നമ്പർ എന്തുവാ അനുവിൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് PR നമ്പർ വാങ്ങിക്കണം, എന്നിട്ട് അവിടെ PR വിളിച്ചിട്ട് അക്ബറിനെയും വേറെ കുറേ പേര് ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞാൽ അക്ബറിനെതിരെയൊക്കെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു എന്നാണ് അതിൽ അവിടെ പറയുന്നത്. അപ്പം ഇത് പറയണം എന്ന് നൂറ പറയുന്നുണ്ട് അവിടെ. ഇത് അവർ ഓൾറെഡി ഇത് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അക്ബർ ഇന്നലെയൊക്കെ നല്ല കരഞ്ഞല്ലോ. അപ്പം അത് വെളിയിൽ പറയണമെന്നാണ് നൂറ അതിലോട് പറയുന്നത്. അപ്പം പിന്നെ നൂറ പറയുന്നുണ്ട്, ഈ അനുമോള് തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ടിഷ്യൂ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഇപ്പോഴും അനുമോക്ക് അതൊക്കെയാണ് ചിന്ത. കാരണം ടിഷ്യൂവിൻ്റെ നമ്പർ എഴുതി കൊടുത്തത് നമ്പരാണോ PR നമ്പരാണെന്ന് ഇവർ പറയുന്നത്. പുള്ളിക്കാർ പറയുന്നത് നമ്പർ തന്നെ കൊടുത്തെന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ ചൈത്യ അനുമോളും തമ്മിലുള്ള കോൺവെർസേഷൻ ഭയങ്കര, അവർ കെട്ടിപ്പിടിച്ചൊക്കെ മാപ്പൊക്കെ എറിഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നാടകമൊക്കെ, അത് വെറുതെ നാടകമാണ്, വെറുതെ നാടകം കളിക്കുന്നത്. എന്നിട്ട് ചൈത്യ അനുമോളും കൂടെ ഭയങ്കര വഴക്ക് മീൻസ് ശൈത്യ പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് പുറത്ത്, എൻ്റെ ഫാമിലിക്ക് പ്രശ്നങ്ങളാണ്, എൻ്റെ കമൻറ്റ്, എനിക്ക് കിട്ടുന്ന കമൻറ്റുകളൊക്കെ വായിച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അനുമോൾ നീ എന്തിനാ കമൻറ്റ് നോക്കി ജീവിക്കുന്നത്, ഇപ്പം വെള്ളിട്ടിറങ്ങുമ്പോൾ അറിയാം കമൻറ്റ് നോക്കണോ നോക്കണ്ടേന്ന്. അപ്പം ശൈത്യ പറയുന്നതുകൊണ്ട് നീ പറഞ്ഞ ചില കാര്യങ്ങളും അതിൽ എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങളും എൻ്റെ ജീവിതം മുഴുവനും നിൽക്കും ആ ഒരു വേദന, അതെല്ലാം ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം, എൻ്റെ അച്ഛനെയും അമ്മയും അത് ബാധിക്കുന്നു, അവരും സങ്കടത്തിലാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പം നീ എന്തിനാ പേടിക്കുന്നത്, നീ അത് പറഞ്ഞിട്ടില്ലല്ലോ, നീ ഒരാൾക്ക് മാത്രമാണോ സൈബർ ബുള്ളിങ് നേരിടുന്നത്, ഇവിടെ നേരത്തെ ഉള്ളവരെല്ലാം സൈബർ ബുള്ളിങ് നേരിട്ടിട്ടില്ലേ? അപ്പം ശൈത്യ പറഞ്ഞു, എന്നെ എന്തൊക്കെയാ തെറി പറയുന്നത്, നിനക്ക് അങ്ങനെയുള്ളവരുടെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. അപ്പം ശൈത്യവിനെ ഭയങ്കര ഒച്ചത്തിക്കരയുന്നു. അപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം ഓടി വരുന്നു, എല്ലാവരും നോക്കി നിൽക്കുന്നു, പിന്നെ ആശ്വസിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വാസ്തവമല്ലേ, വെറുതെയാണ്, ഈ ഫേക്ക് കളിയാണ്, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, എങ്ങനെ അടിച്ച് കരയുന്നു, അതൊക്കെ വെറുതെ. അങ്ങനെയൊന്നും ആക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഗെയിം കളിക്കാമെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറയും, അപ്പോൾ അതിന് ഇത്രയും അങ്ങനെ അടിച്ച് കരയേണ്ട, നാടകം കളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മിഡ് വീക്ക് എവിക്ഷൻ വന്നു, അപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. അപ്പോൾ ആ രസമായിരുന്നു ആ എവിക്ഷന്, കളർ ബോംബ് അത് വെടിവെച്ചിട്ടുണ്ട്, എല്ലാവരും ചെന്നിട്ട് വയറ് കട്ട് ചെയ്യണം. ചുവന്ന പുക ഉയരുന്നവരാണ് എവിക്ഷനായി പോകുന്നത്. അങ്ങനെ ചുവന്ന പുക ഉയർന്നത് ആദിലയ്ക്കാണ്. ആദില എവിക്റ്റായി. അതിൽ കരഞ്ഞത് ഒന്നുമില്ല, അതിൽ സന്തോഷത്തോടു, കാരണം 2 ദിവസമല്ലേ ഉള്ളൂ, ആ സന്തോഷത്തോടു കൂടി നൂറെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, അവർ എവിക്റ്റായി പോയി. അപ്പം ഇന്നിപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ആ കുട്ടി എങ്ങോട്ട് പോയെന്നുള്ളതാണ്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്, അതൊരു കഷ്ടമാണ്. അതിൽ മാത്രം ചിലപ്പം നാളെ തന്നെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരുമായിരിക്കും, കാരണം ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പം അതെന്താ നമുക്കറിയത്തില്ല.
അപ്പം സരിക വന്ന് നൂറെ ആശ്വസിപ്പിക്കുന്നു, ശാരിക വന്ന് നൂറെ ആശ്വസിപ്പിക്കുന്നു. നൂറ ചോദിക്കുകയാണ് സരികയോട്, സരിക ചേച്ചി നിങ്ങൾക്ക് നേരത്തെ ഇതറിയാമായിരുന്നോ ആദില പോവെന്ന്? അപ്പം സരിക ഏതാണ്ട് ചെവി പറയുന്നുണ്ട്. അത് നമുക്ക് ആരും കേൾക്കാൻ പറ്റിയില്ല. അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ, വെളിയിൽ നിന്ന് വരുന്നവരല്ലേ. അത് ഞാൻ പറഞ്ഞത് എല്ലാവരും ആംഗ്യത്തിലൂടെയും എഴുതിയൊക്കെ കാണിച്ച് ഈ നിൽക്കുന്ന 7 പേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം നൂറ അവിടെ പറഞ്ഞ ഡയലോഗ് ഇപ്പം ആര് കപ്പ് കൊണ്ടു നമുക്കറിയാം എന്ന് നൂറ പറയുന്നു. എല്ലാവർക്കും എല്ലാം ഇപ്പം അറിയാം. എന്നിട്ട് നൂറ പറയുന്നൊരു ഡയലോഗുണ്ട്, അനുവിനെ എതിരായിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ആദില വെളിയിൽ പോയെന്നാണ് നൂറ പറയുന്നത്. അപ്പം നൂറ പറഞ്ഞിട്ട് ഇനി എങ്ങനെ 2 ദിവസം തള്ളി നീക്കും. പിന്നെ ശാരിക ആശ്വസിപ്പിക്കുന്നുണ്ട്, വിഷമിക്കണ്ട നൂറ, ഷൂട്ടിങ്ങിന് പോയെന്ന് ചിന്തിച്ചാൽ മതി. ഷൂട്ടിങ്ങിന് പോയാൽ ഒറ്റയ്ക്ക് ഹോട്ടലിലൊക്കെ താമസിക്കേണ്ടി വരത്തില്ലേ, പിന്നെ സങ്കടം വരുമ്പോൾ പോയി ഒറ്റയ്ക്ക് കരയണം. നൂറ കരയുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് രസകരമായിരുന്നു. കാരണം ആ ടാസ്ക് ഇത് എന്താ പറയുന്ന ഈ കുറേ 2-3 ബിഗ് ബോസ് കുറേ കാര്യങ്ങൾ കാണിച്ചില്ലേ, അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. അതിനിടയ്ക്ക് നാടകം കളി ഉണ്ടായിരുന്നു, ഡ്രാമ കളിച്ചു, കരഞ്ഞു, പിന്നെ വഴക്കുണ്ടാകുന്നു, പിന്നെ കുറേ കാര്യങ്ങൾ നടന്നു, അത് കൊള്ളായിരുന്നു. പിന്നെ എവിക്ഷൻ ഉണ്ട്, മിഡ് വീക്ക് എവിക്ഷൻ വന്നു. അപ്പോൾ 97ാമത്തെ എപ്പിസോഡ് അങ്ങനെ പര്യവസാനിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നന്മയുള്ളവരെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ദിസ് ഇസ് ദ മൈൻഡ് ഗെയിം. ഏത് രീതിയിലും ജയിക്കാവുന്നൊരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കാണുക, ആരും വിഷമിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടസ്റ്റൻ്റ് ആയിരിക്കില്ല ജയിക്കുന്നത്, ആര് ജയിച്ചാലും അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.